ഞങ്ങളത്തെ പോകുന്നു. ഞങ്ങൾ കരകല്ലാത്തോണി എക്കോട്ട ദിവസത്തിലേക്കാണ് ഗൈസ് പോകുന്നത്. കുറെ ആൾക്കാരുണ്ട്, ഞാൻ കാണിച്ചു തരാം. ബസ് ഫുള്ള് കണ്ടോ? ബസ് നിറയുള്ള ആൾക്കാർ ഞങ്ങളെ കണ്ട് ഗൈസ്. അസ്സലാമു അലൈക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു ബസ് വിളിച്ച അവസ്ഥയായിരുന്നു കേട്ടോ. ഞങ്ങൾ തന്നെ ആയിരുന്നു അതിൽ കൂടുതൽ. ഞങ്ങൾ ഇറങ്ങിയപ്പം ബസ് കാലിയായി. പിന്നെ കണ്ടില്ലേ, ഞങ്ങൾ ചെറിയ കുട്ടികളെയും കളി കഷ്ടമായിരുന്നു. അവസാനം അവിടുത്തെ ആൾക്കാർ ഞങ്ങൾ ആട്ടി വിടേണ്ടി വന്നു ഗൈസ്. അപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത്രക്കും ഉണ്ട് ഞങ്ങളെ ഗുണങ്ങൾ പറയാനും. അവിടെ 8 വയസ്സത്തെ താഴെയുള്ള കുട്ടികൾക്കൊക്കെ അല്ലേ ഇതുമേ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് എത്ര വയസ്സായി ഒന്നും ഞങ്ങളില്ല. ഞങ്ങളൊക്കെ എന്താ പറയുക, ശരീരം വളർന്നിട്ടും മനസ്സ് വളരാത്ത കുട്ടികളാണ് ഞങ്ങൾ. ഞാനും ഇതിമ്മൽ ഒന്ന് ചെയ്തിരുന്നു കേട്ടോ. ഞാൻ അവിടെ ആ സൈഡിൽ ഇങ്ങനെ എനിക്കെന്തോ ഒരു കറണ്ട് അടിച്ച മാതിരി തോന്നി പെട്ടെന്ന്. അപ്പം ഞാൻ തെറിച്ചിട്ട് പോയി. ആ വീഡിയോ ഇതിലില്ല തോന്നുന്നുണ്ട്. അത് ഞാൻ എടുത്തിട്ടില്ല, വേറെ ഒരാളെ ഫോണിലായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് നടക്കുക കേട്ടോ. ഞങ്ങൾ കോളേജിലുള്ള ദിവസമായിരുന്നു പോയിനത്. കോളേജിൽ ഞങ്ങൾ സാറുമാരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് ഞങ്ങൾ പോയതാണ്. അങ്ങനെ ഞങ്ങൾ ഈ മുളക്കാട്ട് കൂടെ കേട്ടോ, ഇതിൽ കൂടെ നടക്കുമ്പോൾ നല്ലൊരു പീസ്ഫുള്ളായ സ്ഥലം, എന്തോ നല്ല സ്ഥലം. അങ്ങനെ പോവുമായിരുന്നു. തൊടുക്കാപ്പ് കുന്ന് കയറിന് അവസാനം ആ പൊട്ടക്കുന്ന് കയറി ഗായ്സ്. അവിടെ എത്തിയതോടെ മതിയായി. അല്ലെങ്കിൽ എനിക്ക് പനിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ മേലെ കയറിയതിൻ്റെ ശേഷം അങ്ങനെ മാങ്ങയും ഇതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ച് പോരാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ ആദ്യം വഴി തെറ്റിട്ടോ. പിന്നെ ഞങ്ങൾ വന്ന വഴിക്കൂടെ തന്നെ ഇറങ്ങേണ്ടി വന്നു. റബ്ബി ഒന്നും പറയാനില്ല. പിന്നെ ഈ ഒരു കണ്ടത്തിലെത്തിയപ്പോഴാണ് സമാധാനമായത്. അവിടെ എത്തിയത് ഞങ്ങൾ കുറേ വിശ്രമിച്ചു, കുറേ പാട്ട് ഡാൻസ് കളിച്ചു, പിന്നെ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ റെസ്റ്റോറൻറ്റിക്ക്. ഞാൻ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അങ്ങനെ മന്തിക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യണം. എല്ലാവർക്കും ദേഷ്യം വരാൻ വെക്കുന്നത്, എല്ലാവർക്കും നല്ല വിശന്നിക്കണ സമയം 3:30 കഴിഞ്ഞാണ്. അപ്പോഴാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോകണത് തന്നെ. നഹദി നട്ടോ ഞങ്ങൾ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. പിന്നെ എനിക്ക് വിശക്കാത്തല്ല, പനിച്ചുകൊണ്ട് അധികം കഴിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ അൽഫാം അതേപോലെ ഞാൻ വീട്ടിലേക്ക് പാഴ്സലാക്കി കൊണ്ടുവന്നൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ.